വിഴിഞ്ഞത്തെ ഫിഷിംഗ് ഹാർബറിന്റെ സമ്പൂർണ്ണ നവീകരണം നീണ്ടുപോകുന്നതിൽ ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. നവീകരണവും ഡ്രഡ്ജിംഗും കാര്യക്ഷമമായി നടക്കാത്തതോടെ മത്സ്യബന്ധന വള്ളങ്ങൾ കടലിലേക്ക് പോകുന്നത് അപകട ഭീഷണിയിലാണ്. പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും കേന്ദ്രത്തിന്റെ അംഗീകാരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ആ കാണുന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. കേരളം പതിറ്റാണ്ടുകളായി കാത്തിരുന്ന സ്വപ്ന സാക്ഷാത്കാരം. എന്നാൽ വിഴിഞ്ഞത്തെ സാധാരണക്കാരായ ജനങ്ങൾ കാത്തിരിക്കുന്ന മറ്റൊരു പദ്ധതി കൂടിയുണ്ട്. വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിന്റെ സമ്പൂർണ്ണ വികസന പദ്ധതി. വിഴിഞ്ഞത്തെ ഫിഷിംഗ് ഹാർബറിന്റെ സമ്പൂർണ്ണ നവീകരണം നീണ്ടുപോകാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പദ്ധതി നീണ്ടുപോകുകയും തീരശോഷണം ശക്തമാകുകയും ചെയ്തതോടെ വിഴിഞ്ഞം ഹാർബർ, വിഴിഞ്ഞം തെക്ക് ഫിഷ് ലാൻഡിംഗ് സെന്റർ എന്നിവിടങ്ങളിൽ വള്ളം കരയ്ക്കടുപ്പിക്കുന്നതിനുള്ള സൗകര്യവും കുറഞ്ഞു വരികയാണ്. ഈ ട്രെജർ കൊണ്ടുവന്ന് മൗത്ത് ചെയ്താൽ ഇവിടെ തീരവും കിട്ടും, അവിടെ ജനങ്ങൾക്ക് അപകടമില്ലാത്ത രീതിക്ക് പോകാനും പറ്റും. കാര്യം ഇവിടെ സംബന്ധിച്ച് ഇനിയും 4 മാസവും ഈ ജില്ലയിലെ എല്ലാ മത്സ്യത്തൊഴിലാളികളും ഇവിടെയാണ് ജീവിതമാർഗം കൊണ്ട് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവരെ ആയിരക്കണക്കിന് വള്ളങ്ങളാണ് വരുന്നത്. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട കടമ നമ്മുടെ സർക്കാർ സംവിധാനത്തിനുണ്ട്. തുറമുഖ കവാടത്തിൽ സാൻഡ് പമ്പ് ഉപയോഗപ്പെടുത്തി ഡ്രഡ്ജിംഗ് നടക്കുന്നുണ്ടെങ്കിലും ഇവ കാര്യക്ഷമമല്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. ഇതോടെ മുതലപ്പുഴ ഹാർബറിലേതുപോലെ മണൽ വലിയ രീതിയിൽ അടിഞ്ഞുകൂടുന്നുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഏകദേശം പണ്ട് ഇവിടെ 22 മീറ്ററോളം താഴ്ചയുള്ള മൗത്തായിരുന്നു. ഏത് കപ്പലും ഇവിടെ അകത്ത് കയറി ഇറങ്ങും. ഇപ്പോഴും ഏകദേശം 8 മീറ്റർ താഴ്ചയേ ഉള്ളൂ. അത്രയും 16 മീറ്റർ ഉയരത്തിന് മണ്ണ് അടിച്ച് ആ മൗത്തിൻ്റെ ഭാഗത്ത് പൊങ്ങിയിട്ടുണ്ട്. ഈ മണ്ണെടുത്ത് മാറ്റിയില്ലെങ്കിൽ വീണ്ടും ജീവനങ്ങൾ ഇതേപോലെ അപകടത്തിൽ സംഭവിച്ച് ജീവനങ്ങൾ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. 72 കോടി രൂപയുടെ സമ്പൂർണ്ണ നവീകരണ പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് കേന്ദ്ര അനുമതി ലഭിച്ചിട്ടില്ല. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം നടപ്പാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ഇല്ലാത്തപക്ഷം മുതലപ്പുഴയ്ക്ക് സമാനമായ അപകടം വിഴിഞ്ഞത്തും ആവർത്തിക്കുമെന്ന് ഇവർ പറയുന്നു. റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.